നൽകണേ റഹ്മാനെ. അൽഹംദുലില്ലാ നീണ്ട മണിക്കൂറുകൾ 7 മണിക്ക് ശേഷം തുടങ്ങി. അൽഹംദുലില്ലാ നീണ്ട മണിക്കൂറുകളോളം. ഇത് ഇന്ന് ഒരു ദിവസമല്ല, ഇന്നലെ തുടങ്ങിയതല്ല, കഴിഞ്ഞ 3 വർഷത്തിലധികമായി അൽഹംദുലില്ലാ മദ്നിയ മജ്ലിസ് ഓരോ ദിവസവും, ഇന്ന് ഇവിടെയാണെങ്കിൽ നാളെ കണ്ണൂര്, മറ്റന്നാൾ വിദേശത്ത്, അങ്ങനെ ഓരോ ദിവസവും നാടിന്റെ നാനാ ദിക്കുകളിൽ അൽഹംദുലില്ലാ ഉറൂസിന്റെ മതപ്രഭാഷണത്തിന്റെ മതവിജ്ഞാന സദസ്സുകളിൽ മദ്നിയ മജ്ലിസ് ഇല്ലാത്തൊരു മജ്ലിസ് അപൂർവങ്ങളിൽ അപൂർവമായി മാറിയിരിക്കുകയാണ്. മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ്, അവിടുത്തെ പൂർണ്ണമായ പൊരുത്തവും ഗുരുത്വവും അൽഹംദുലില്ലാ അത് തന്നെയാണ് ഉസ്താദിന്റെ വലിയ വിജയം. ശൈഖുന ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം 1000-ലധികം വരുന്ന സാദാത്തുക്കൾക്ക് സ്വന്തമായ ഒരു പാർപ്പിടം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി അഭിനന്ദനായ ഉസ്താദ് ഇറങ്ങി. അൽഹംദുലില്ലാ 100-ലധികം വീടുകൾ ഉസ്താദിന്റെ നേതൃത്വത്തിൽ പല ഭാഗങ്ങളിലും അഹ്ലു ബൈത്തായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്ക് നൽകി കഴിഞ്ഞു. ആ പദ്ധതി ഒരു ഭാഗത്ത് നടക്കുമ്പോ അൽഹംദുലില്ലാ സാദാത്ത് ഭവനിലേക്ക് ഒരുപാട് മുഅ്മിനീങ്ങൾ സ്വർണം കൊടുത്തവരുണ്ട്, ക്യാഷ് നൽകിയവരുണ്ട്. ഇന്നും ഉസ്താദ് ഇവിടെ വരുന്നെന്ന് അറിഞ്ഞപ്പോ സംഘാടകരെ ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സഹായങ്ങളൊക്കെ നൽകിയവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും തക്കതായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ഉസ്താദ് മദനി ക്യാമ്പസ് നമുക്കറിയാം, സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്, അഭിവന്ദനായ ബദർ സാദാത്ത് ഖലീൽ തങ്ങൾ ഉസ്താദ് അടക്കമുള്ള മഹാരഥന്മാരായ സ്വാധീകരായ സാദാത്തുക്കളുടെ നേതൃത്വത്തിൽ ശൈഖുന കാന്തപുരം ഉസ്താദ് ശിലഭാഗി. കഴിഞ്ഞ ദിവസം നമുക്കറിയാം പള്ളങ്കോട് നാസർ ഹാജി എന്ന് പറയുന്ന പൗരപ്രമുഖനായ ഒരു വ്യക്തി 2 കോടിയിലധികം രൂപ ചെലവ് വരുന്ന 10 ഏക്കർ ഭൂമി സൗജന്യമായി നൽകിയപ്പോ അതിൽ വിശാലമായ അന്ധബധിരമൂക വിദ്യാഭ്യാസ കലാലയം അവിടെ വരാനിരിക്കുകയാണ്. ഹൈടെക് സംവിധാനത്തിലുള്ള പുതിയ ഹിഫ്ളുൽ ഖുർആൻ കോളേജ് ഒക്കെ വരാനിരിക്കുകയാണ്. അള്ളാഹു കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി തരട്ടെ. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. അൽഹംദുലില്ലാ ഈ നാടിന്റെ